അറിയാം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ. ഇന്ന് എൻ്റെ വാർഡിൽ തന്നെ 7 ദിവസമായി കറണ്ടില്ലാതെയായി, ഒരു വീട്ടിൽ കറണ്ടില്ലാതെയായിട്ട്. അവിടുത്തെ അമ്മച്ചി വാട്ടർ ബെഡിൽ കിടക്കുന്നയാളാണ്, ഫ്രിഡ്ജിനകത്ത് മരുന്ന് വെക്കുന്നയാളാണ്. ഞാനത് ക്ഷമിച്ച് ഇന്ന് ഞാൻ ഡെപ്യൂട്ടി CA വിളിച്ചിട്ട് വിവരം പറഞ്ഞു. അവര് പോലും ലേഡിയാണ്. അവരോട് വിവരം പറഞ്ഞു, ഞങ്ങൾ ഇന്ന് സമരരംഗത്തിലേക്ക് കടക്കുകയാണ്, സൂചനയായ ഒരു സമരം കാണണമെന്ന് പറഞ്ഞു. വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും, യാതൊരു സംശയവുമില്ല. ഈ ആളുകൾക്ക് ഞങ്ങൾ ഇവിടുത്തെ ഏരിയയിലെ ഓവർസിയറിലെ ഒന്നും കുറ്റം പറയുന്നില്ല. ആവശ്യമായ ആളുകളെ തരുവാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായേ പറ്റൂ. കാരണം കറണ്ട് കാശ് അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ വീടുകളിലേക്ക് ആളുകൾ ഓടിയെത്തും. ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഫീസ് കൂടാൻ പോവുക, ഓട്ടനെ അടച്ചോളണം പൈസ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഓട്ടത്തിലാണ് പൈസ അടയ്ക്കാൻ. ആ വ്യഗ്രത നമ്മുടെ ആളുകൾക്ക് കറണ്ട് കിട്ടാതെ ദുരിതത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നു, അധികാരികൾ കണ്ണടയ്ക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ സമരം തുടരും. ഇത് നമുക്കറിയാം, ദുരന്തം എല്ലാവർക്കും അറിയാൻ മേലെ എന്നൊരു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ KSEBയുടെ അനാസ്ഥ മൂലം നമുക്ക് പല വീടുകളിലും കറണ്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 2-3 കാര്യങ്ങളാണ് നമ്മുടെ ഈ സമരത്തിൽ ഉന്നയിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് ഇവിടെ 2 ഫീഡറാണ് വെച്ചിട്ടുള്ളത്. തൊടുപുഴയ്ക്ക് ഒരു ഫീഡറും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്റ്റേഷനിൽ നിന്ന് തുടങ്ങനാടിൻ്റെ ഒരു ഫീഡറും വെച്ചിട്ടുണ്ട്. നമുക്ക് തൊടുപുഴയ്ക്ക് കറണ്ട് കൊണ്ടുപോകാനുള്ള ഫീഡർ തുടങ്ങാട്ടിൽ കൂടി വരുന്ന അതിൽ നിന്നാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ തൊടുപുഴയുടെ 1-ാം നമ്പർ സെക്ഷനിൽ നിന്നും ഉള്ള കറണ്ട് എടുക്കുന്നത് നമ്മുടെ മുട്ടത്ത് മാത്രം ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും എല്ലാം നിലനിൽക്കുന്ന മുട്ടത്തിന് മാത്രം അനുവദിച്ചിരിക്കുന്ന ആ ഫീഡറിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പം മലങ്കര പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു കാറ്റും മഴയും ഉണ്ടായാൽ പ്രകൃതിക്ഷോഭത്തിൽ പെട്ടെന്ന് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ കറണ്ട് ലഭിക്കാതെ വരുന്ന അവസരത്തിൽ അവർ അടിയന്തരമായിട്ട് നമ്മളുടെ ഈ മുട്ടത്തിന് മാത്രം അനുവദിച്ചിരിക്കുന്ന ഫീഡറിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് മാറ്റി അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുടങ്ങനാട് ഫീഡറിൽ നിന്ന് കറണ്ട് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടത്ത് വിവിധ പ്രദേശങ്ങളിലെ കറണ്ട് നഷ്ടപ്പെടുന്ന ഒരു ചെറിയ കാറ്റോ മഴയോ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊടുപുഴയിലുണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിന് ഉത്തരവാദികളായിട്ട് മുട്ടത്തെ ആളുകൾ അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു സെക്ഷൻ ഓഫീസ് മുട്ടത്ത് അനുവദിക്കണമെന്ന കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുവരെ കഴിഞ്ഞ ദിവസം തന്നെ ശങ്കരപ്പള്ളി ഭാഗത്തുനിന്ന് 2-3 പേര് പറഞ്ഞു ഞങ്ങൾക്ക് മാത്രം കറണ്ടില്ല. അപ്പോൾ ഞാൻ EA വിളിച്ചു. അപ്പോൾ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. ഞാൻ ചോദിച്ചു, പിന്നെ അവരെങ്ങനെ, കുഞ്ഞു കുട്ടികളും ഒക്കെ ഉള്ളവരാണ്, അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചന്തയ്ക്ക് പോയി എപ്പോഴും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. അന്നേരം നമ്മൾ പോയി 1 കിലോ മത്തി മേടിച്ചുകൊണ്ട് വന്ന് വെട്ടി അത് കഴുകി പറക്കി എല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. നമ്മൾ ഓരോ ദിവസവും അതുകൊണ്ട് 2-3 ഒക്കെ എടുത്ത് വറുത്ത് അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് കറണ്ട് ഇല്ലാതെ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജനങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ അതിന് പരിഹാരം ഉണ്ടായിക്കോളാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ അവിടെ പറയുകയാണ് വള്ളിപ്പാറ തന്നെ ഒരു മരം കടവൊഴുകി വീണു, നേരെ റോഡിന് നടുക കിടന്നു. അവർ വന്നു കേൾക്കുമ്പോഴേ വന്നവരവരുടെ ഫീസ് ഊരി വെക്കും. അതാണ് ഏറ്റവും പ്രശ്നം. ഫീസ് ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ വഴിക്ക് പോയി. അത് ചെയ്യാതെ വൈകുന്നേരമായപ്പോഴാണ് ആ തടി അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വള്ളിപ്പാറയിൽ തന്നെ ഒരു മരം പൊടിഞ്ഞ് ലൈനിൽ ഇരുന്നു. അവിടെ ദിവസങ്ങളോളം ഇരുന്നത് കൊണ്ട് അത് ലൈൻ വലിയുകയും നമ്മുടെ ട്രാൻസ്പോർട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും കേട് സംഭവിക്കുകയും
ചെയ്തു. അതുകൊണ്ട് ഏതാണ്ട് 3-4 ദിവസം കറണ്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇത് തന്നെയാണ് നമ്മുടെ മുട്ടം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ ജീവനക്കാരെ വെച്ചുകൊണ്ട് ആ ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ വന്ന് 3 പേരെ നമ്മൾ അഡീഷണലായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ 4 പേരും ഇവിടെ പോയി ഒരു സ്ഥലത്ത് പോയിരുന്നില്ല. 2 പേര് കാഴ്ചക്കാരായിട്ട് നിൽക്കും. ഞാൻ കണ്ടതാണ്. ഞാൻ 2-3 സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടതാണ്. അവര് കാഴ്ചക്കാരായിട്ട് നിൽക്കും, 2 പേര് പണിയും. അതുപോലെ ഒരു സ്ഥലത്ത് ഒരു 2 പേര് വീതം ഒരു സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാവുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ധാരാളം പേര് സംസാരിക്കുന്നതിനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. UDFിന്റെ ജനപ്രതിനിധികൾ ഇത്തരമൊരു സമരവുമായി ഈ KSEB ഓഫീസിന് മുമ്പിലേക്ക് വന്നത്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഒരു ദിവസം കറണ്ട് ചാർജ് അടയ്ക്കാൻ താമസം വന്നാൽ അത് എത്ര ചെറ്റ കുടിലാണെങ്കിൽ പോലും നിർദ്ദയം ഫ്യൂസ് ഊരിക്കൊണ്ടു പോകുന്ന ഉദ്യോഗസ്ഥന്മാർ. നമുക്കറിയാം, വേനൽക്കാലത്ത് വിശ്രമിച്ച് നല്ല സുഖിച്ച് കടലിയുമൊക്കെ തിന്ന് ആ ഓഫീസിൽ സൊറ പറഞ്ഞിരിക്കുന്ന പലപ്പോഴും ഈ ആശുപത്രിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ വർഷപാതം വരുമ്പോ കാറ്റൊക്കെ ഉണ്ടാകുന്ന എല്ലാ സമയത്തും മരം ഒടിഞ്ഞു വീഴില്ല. കാറ്റുള്ള സമയത്ത് പ്രകൃതി പ്രക്ഷോഭിച്ച് നിൽക്കുന്ന ചില ഘട്ടങ്ങളിൽ മാത്രമേ മരങ്ങൾ ഒടിഞ്ഞു വീഴാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ദുർഗതി ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഇവിടുത്തെ KSEB ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ജോലിയുള്ളൂ. ബാക്കി എല്ലാ കാലത്തും അത്ര വലിയ കഷ്ടപ്പാടില്ലാത്ത സുഖകരമായ ജീവിതം നയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ ഇപ്പൊ ജോലി ചെയ്യേണ്ട ഒരു ഘട്ടമായപ്പോ ആ വേനൽക്കാലത്തും മറ്റു സമയത്തും ഒക്കെ ഇരിക്കുന്നവരെ വിശ്രമം എടുത്ത് ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ നിർബന്ധമായി വീട്ടിൽ വിശ്രമിക്കുന്ന ഓവർസിയർക്ക് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അവിടെ സുഖിച്ച് കടലയൊക്കെ തിന്ന് മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന പല ആൾക്കാരെ നമുക്കറിയാം. പലരും നമ്മുടെ സ്നേഹിതന്മാരൊക്കെയാണ്. പക്ഷെ അവര് സുഖിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അവര് വലിയ പ്രതിഫലം പറ്റുന്ന ജോലിയാണ്. ചെറിയ ശമ്പളമല്ല KSEB ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. വലിയ പ്രതിഫലം പറ്റുന്ന ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ ജോലിയോട് നീതി കാണിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യത്തിനുடைய ജനപ്രതിനിധികളിൽ സമരം നടന്നപ്പോ സംസ്ഥാനം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ഏതൊക്കെ തരത്തിൽ എവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാമോ, മുഖ്യമന്ത്രിയുടെ മകൾക്കും വരുമ്പോലും പൈസ ഉണ്ടാക്കുന്ന തരത്തിൽ അവിടുത്തെ ഏറ്റവും താഴെക്കടയിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതലുള്ള മുകളിലേക്കുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്ന തരത്തിലേക്ക് ഒരു മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുമ്പോഴാണ് ഈ നാട്ടിലെ വ്യാപാരികളുടെ ശബ്ദമായി, ഈ നാട്ടിലെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ശബ്ദമായി ഞങ്ങൾ വരുന്നത്. നമുക്കറിയാം, കരിക്കാമ്പാറ ആ സമയം ഏതാണ്ട് 12 മണിയായി. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിക്കുക, ഇവിടുത്തെ ലൈൻമാൻ്റെ അല്ലെ ഓവർസിയർ നമ്പർ തരാമോ? എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നതിന് മുമ്പ് 4-5 തവണ ഇവിടെ വന്നെങ്കിൽ അവരെ ആരെയും കാണാൻ സാധിച്ചില്ല. ഇന്നും അവരെ ആരോ പറഞ്ഞു 7:30 ഇവിടെ വന്നാൽ ഇവിടെ ഓഫീസിൽ ഓവർസിയർ അല്ലെങ്കിൽ ഇവിടുത്തെ ലൈൻമാൻമാർ ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവർ 7:30 ഇവിടെ വന്നു ചേർന്നു. 11 മണി വരെ നോക്കിയിട്ട് അവരെ ആരെയും കാണാൻ പറ്റില്ല. അവരുടെ വീട്ടില് കറണ്ട് ഇല്ലാത്തതിനാൽ അടുത്ത വീട്ടിൽ പോയാണ് അവർ മൊബൈല് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2-3 ടോർച്ചുകളുണ്ടെങ്കിൽ ആ ടോർച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഫ്രിഡ്ജില്ല. അതുപോലെ തന്നെ ആ ഒരു അമ്മച്ചിയുടെ ഒരു പ്രായം 75-80 വയസ്സുള്ള ഒരു അമ്മ സുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുകയാണ്. അവർക്ക് വാട്ടർ ബെഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് കറണ്ടില്ലാത്തതിനാൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടുകൂടി ഇവിടെ വന്നവർ വന്നു കഴിഞ്ഞപ്പോൾ ലൈൻമാനോ അല്ലെങ്കിൽ ഓവർസിയർ ആരും ഈ ഓഫീസിലില്ല. ആരോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്ന ഇവര് കൃഷിഭവനിലൊക്കെ കയറി ഇവിടുത്തെ വൈദ്യുതിയായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അതിദയനീയമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോ ആളുകളും വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് വന്നിട്ട് 4-5 ദിവസമായി. എല്ലാ സ്ഥാപനങ്ങളും വീട്ടിലുള്ള ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ഔട്ട് ഓഫ് റേഞ്ച്, അതല്ലെങ്കിൽ സ്വിച്ച് ഓഫ്, അതല്ലെങ്കിൽ അവർ ബിസി. അങ്ങനെ വന്ന് ഒരു 10-12 തവണയെങ്കിലും വിളിച്ചു കഴിയുമ്പോൾ ആരെയെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈൻമാനെ കിട്ടും. അപ്പോൾ അവർ പറയും ഇന്ന് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. എൻ്റെ ഫോണിൽ ഒരു 25 ലൈൻമാൻമാരുടെ ഫോൺ നമ്പറുണ്ട്. ഒരാളെ വിളിക്കുമ്പോൾ പറയും ഞാൻ ഇന്ന് കട്ടപ്പനയിലാണ് അല്ലെങ്കിൽ തൊടുപുഴയാണ്. അപ്പോൾ ആഴ്ചയിൽ ഇവിടുത്തെ ലൈൻമാൻമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇവിടെ പുതുതായിട്ട് വരുന്നവർക്ക് നമ്മുടെ മുട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാർഡോ അല്ലെങ്കിൽ അവിടുത്തെ കല്ലാപ്പുറത്ത് വൈസ് പ്രസിഡന്റ് ആദ്യം പേരെടുത്ത് പറയുന്നില്ല, സമയം പോയതുകൊണ്ട്. നമ്മുടെ ഇങ്ങനെ സമൂഹ പരിപാടി ഇവിടെ തുടങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും മുന്നോട്ട് പറഞ്ഞു പോകുന്നില്ല. ഈ ധർണാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, മെമ്പർമാർ, മഹിളാ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്നിവരുടെ നേതാക്കന്മാർക്ക് ഈ സമരബന്ധം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസക്കാലമായി, ഒരാഴ്ചക്കാലമായിട്ട് തന്നെ കറണ്ട് നമ്മുടെ ഭാഗത്തിലില്ല, തൂട്ടുകര ഭാഗത്തില്ല. വിളിച്ചാൽ ഇപ്പോൾ വരും എന്ന് ഒരാൾ കഴിയുമ്പോഴാണ് ഇവിടെ കഴിയുമ്പോഴാണ് ആളില്ല. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനജീവിതം തന്നെ ശ്രദ്ധിക്കുന്ന കേസാണ്. വെള്ളമില്ലാതെ വെള്ളം അടിക്കാന്ന് വെച്ചാൽ കാണുകയാണ്. ഇപ്പം ഞാൻ മുട്ടൻ ഗവൺമെന്റ് കേസ് പ്രിൻസിപ്പൽ പിറ്റേ പ്രസിഡന്റാണ്. 3-4 ദിവസമായിട്ട് വെള്ളം അടിക്കാണ്ട് കറണ്ടില്ല. ടീച്ചേഴ്സ് പറഞ്ഞാൽ കറണ്ടില്ല എന്ന് എന്തായി നമുക്ക് കഴുകണം എടുക്കണം എല്ലാ പരിപാടിയുണ്ട്. അവർ ഓഫീസ് കാര്യങ്ങൾ പോലും കറണ്ടില്ലാതെ നടക്കണില്ല. ഈ തരത്തിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആരുടെ സമാധാനം പറയണേ? ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവുമോ എന്നാണ്. ഇത് ചെറിയൊരു ധർമ്മ സംബന്ധമാണ്. ഇത് അതിരൂക്ഷമായിട്ട് തന്നെ പ്രതികരിച്ചിരിക്കും. ഈ ഓഫീസിൽ കയറി ചെന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് ഒന്ന് താക്കിൽ തന്നെ നിർത്തുകൊണ്ട് എന്റെ ഈ വാക്ക് നിർത്തുന്നു. ഏവർക്കും ഇവിടെ കൂടിയ എല്ലാ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും അച്യുതാനന്ദ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടക്കമുള്ള ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ, മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ NK ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, ആശാവർക്കർമാർ, പാർട്ടിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രമുഖരായ നേതാക്കളെ, നമുക്കറിയാം ഒരാഴ്ചക്കാലം വെച്ചുമായിട്ട് നമുക്ക് എന്നെ ഒത്തിരി ജനപ്രതിനിധികളും ഇവിടുത്തെ ജനങ്ങളും എന്നെ മുമ്പ് ലൈനിന്റെ കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ ഒത്തിരി ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഇവിടുത്തെ ഓവർസിയർമാർ, ലൈമാൻമാരടക്കം മൂലമറ്റത്ത് ഉള്ള ഇത്രയും സെക്ഷനിൽ ഏകദേശം 6 ലൈമാൻമാരാണ് ഈ കാണുന്ന പഞ്ചായത്തുകളിലെല്ലാം പണിയെടുക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 5-6 പേരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ കുറച്ചുപേരെ എടുത്തിട്ടുണ്ട്. ഇവരെയൊന്നും വെച്ച് നമുക്ക് മുട്ടം പഞ്ചായത്തിന്റെ ഇതുപോലുള്ള പണികൾ തീർക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുകയില്ല. മുട്ടം ടൗണിന്റെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന ഗവൺമെന്റ് ആശുപത്രി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉള്ളിടത്ത് അവിടെ ഇരിക്കുന്ന മരുന്നുകൾ മിക്കപ്പോഴും കേടായി പോകുന്നു. അത് മുട്ടം ടൗണിന്റെ ഭാഗമാക്കണമെന്ന് നമ്മൾ ദീർഘകാല നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ലൈൻ റോട്ടിൽ കൂടെയാണ് പോകുന്നത്. അവിടെ യാതൊരു കാരണവശാലും ഒരു കംപ്ലൈന്റും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ജനപ്രതിനിധികളുടെയും KSC ബോർഡ് ഓഫീസിലേക്കുള്ള ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.